ഹലോ വ്യൂവേഴ്സ്, അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസായിട്ടുണ്ട്. അത്യാവശ്യം നല്ല റെസ്പോൺസാണ് സോഷ്യൽ മീഡിയ കിട്ടുന്ന ഈ ട്രെയിലറിന്. സിനിമ മറ്റന്നാൾ, അതായത് 28-ന് റിലീസാണ്. എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു മൂവിയാണ് കേട്ടോ. ഓണം റിലീസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മൂവി കൂടെയാണ്. ഇന്നാണ് അവർ ഒഫീഷ്യലായിട്ട് ട്രെയിലർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന് മുന്നേ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. ടീസർ അടിപൊളി സംഭവമായിരുന്നു. അപ്പം കുറച്ച് ടൈം മുന്നേ ട്രെയിലറോട് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് ട്രെയിലർ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ മറച്ചു വെക്കുന്ന ഒരു കാര്യം, അത് നമ്മൾ പോലും അറിയാതെ വാതിൽപ്പഴുതിലൂടെ കടന്നു വരുന്ന ഒരു കാറ്റ് പോലെ നമ്മളെ വന്ന് തലോടുകയും, അത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്തൊരു കാറ്റാകും. അതിൻ്റെ അഗാധമായ ആർദ്ര തലങ്ങളിൽ നമ്മളൊന്ന് ആടി ഉലയുകയും ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ചിലപ്പോൾ ചതറി പതറി നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ? അതെന്താ അവസ്ഥ? ആ അവസ്ഥയിലാണ് ഞാൻ. ഒരാശോട് പറയോ? ഇല്ല, കാര്യം കൂടെ പറഞ്ഞു. എന്താ? അമ്മ ആ അങ്കിളിനെയാണ് കെട്ടിയിരുന്നെങ്കിലേ എനിക്ക് കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു അച്ഛനെ കിട്ടിയേനെന്ന്. അങ്ങനെയൊന്നുമില്ല. കൊള്ളാം, സംഭവം കൊള്ളാം. ലാലേട്ടൻ്റെ പഴയ ലാലേട്ടൻ്റെ ആ എക്സ്പ്രഷൻസ് ഒക്കെ ഇല്ലേ, എല്ലാം തിരിച്ചു വന്നിട്ടുണ്ട് സംഭവം. അതുപോലെ ഒരു നല്ലൊരു ഫാമിലി മൂവി വന്നു കേട്ടോ. പക്ക ഫാമിലി മൂവിയാണ്. സത്യനന്ദിക്കാരൻ്റെ മൂവി എല്ലാം അങ്ങനെയാണ് എങ്കിലും ഇതൊരു പക്ക ഫാമിലി മൂവിയാണെന്ന് തോന്നുന്നു. അല്ലാതെ കുറേ ബഹളങ്ങളൊക്കെ ഉള്ളൊരു മൂവിയായിട്ട് തോന്നുന്നില്ല ട്രെയിലർ കണ്ടിട്ട്. ഇതിന് മുന്നേ ടീസർ കണ്ടപ്പോഴും അങ്ങനെ തോന്നില്ല. പക്ക ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു മൂവിയാണെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം 28 വരെ മൂവിയുടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വലിയ പ്രൊമോഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ തുടരും ഇറങ്ങിയപ്പോഴും ഇതേപോലെയായിരുന്നു കേട്ടോ. വലിയ പ്രൊമോഷൻസ് ഒന്നുമില്ല. വളരെ ലൈറ്റായിട്ടുള്ള പ്രൊമോഷൻസാണ് കൊടുക്കുന്നത്. കാരണം ഓവർ ഒരു ഹൈപ്പ് വരണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം ലാലേട്ടൻ്റെ പടം വരുമ്പോൾ നമുക്കറിയാം ഭയങ്കര ഹെവി ഹൈപ്പിലാണ് പടം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിച്ച ആ ഒരു ലെവല് കിട്ടിയില്ലെങ്കിലും ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കമൻ്റൊക്കെ വരും, നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് അവർ സൂക്ഷിച്ചാണ് ഇപ്രാവശ്യം എല്ലാം PR ടീം അടക്കം മൂവ് ചെയ്യുന്നത്. അപ്പം ചെറിയ ചെറിയ ഇൻ്റർവ്യൂകളൊക്കെ ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്, സത്യനന്ദിക്കാട് കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ. വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. പക്ഷേ ട്രെയിലറൊക്കെ കണ്ടിട്ട് കൊള്ളാം. എല്ലാവർക്കും ഓണം മൂവിയിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉള്ള ഒരു മൂവി കൂടിയാണിത്. എന്തായാലും മറ്റന്നാൾ 28-ന് മൂവി റിലീസാണ്. നമുക്ക് എന്തായാലും മൂവി കണ്ടിട്ട് ബാക്കിയുള്ളവരെ തീരുമാനിക്കാം.